ഗൈസ് ഇതാണ് എൻ്റെ ഉമ്മച്ചി, ഇതാണ് നമ്മളെ ജസീൽ കുട്ടാപ്പി. ഗസ് ഞാൻ എടുക്കാൻ പോണ ഹെൽമെറ്റ് ഏതാണ്? ഞാൻ വിചാരിച്ച ഹെൽമെറ്റ് ഏതാണ്? ജസ്റ്റ് ഗസ് ചെയ്തു. ഗൈസ് അങ്ങനെ കുട്ടപ്പ നമുക്ക് ഹെൽമെറ്റ് അൺബോക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ജിബാ പോര്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു വ്ളോഗാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് RC ഒക്കെ ഞാൻ എടുത്ത സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു റൈഡക്സിൻ്റെ ടൈറ്റാനിയം എന്ന് പറയുന്ന ഒരു മോഡൽ എടുക്കണമെന്ന്. അതെന്ന് പറയുമ്പം ആ ഒരു AGV ആ ഒരു കറക്റ്റ് ഷേപ്പ് ലുക്കൊക്കെ തരുന്ന ഒരു ഹെൽമെറ്റാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ തരുന്ന ഒരു ഹെൽമെറ്റാണ്. ഒരു പ്രീമിയം കാറ്റഗറി വരുന്നൊരു ഹെൽമെറ്റാണത്. ആ ഒരു ബഡ്ജറ്റിൽ നല്ല അടിപൊളി സേഫ്റ്റി വരുന്ന ഒരു ഹെൽമെറ്റാണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ മുന്നേ ഞാൻ RC എടുത്ത ഒരു സമയത്തേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഫൈനാൻഷ്യലി ഒക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ നീക്കി വെക്കേണ്ടി വന്നു. പിന്നെ ഓൾറെഡി ഒരു ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് കൂടുതൽ അതെടുക്കാനുള്ളൊരു തോട്ട്സ് വരില്ല, വേറെ കാര്യങ്ങളിലോട്ട് പോകും. അങ്ങനെ ഈ ഒരു സമയമായപ്പം മറ്റേ ഹെൽമെറ്റൊക്കെ ഏകദേശം അത്യാവശ്യം കാലപ്പഴക്കം വന്നില്ല. അപ്പോൾ അതിൻ്റെ പെയിൻറ്റ് ചെറുതായിട്ട് ഇളക്കി തുടങ്ങി. അതുപോലെ എനിക്ക് തന്നെ തോന്നി ഹെൽമെറ്റ് ഒന്ന് മാറ്റിയാൽ കൊള്ളാം എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. റൈഡക്സിലോട്ട് പോകാനുള്ള കാരണം എന്ന് പറയുമ്പം ഒരു മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒന്നാമത്. പിന്നെ അത് ഡബിൾ ഡി റിംഗ് ആണ്, അതുപോലെ ഡുവൽ വൈസർ, ആ ഒരു ഷേപ്പ് ലുക്ക് എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ്, അതാണ് മെയിൻ. എനിക്ക് എക്സോറൊക്കെ ഇതിനാട്ടിലും കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞു കിട്ടും. എക്സോറിനൊക്കെ ഈ ഒരു സെയിം ക്വാളിറ്റി വരുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ച് വെയിറ്റ് വരുന്ന മെറ്റീരിയലാണ്. പിന്നെ RCയിലോട്ട് ഒരു നല്ല ഹെൽമെറ്റ് നിർബന്ധം കേട്ടോ. നിർബന്ധം എന്ന് വെച്ചാൽ വണ്ടി നമ്മുടെ കൈയുണ്ടോ, വണ്ടി ഓടിക്കുന്നുണ്ടോ, നിർബന്ധമാണ് നല്ലൊരു ഹെൽമെറ്റ്. കാരണം നമ്മളെപ്പോഴാണ് എങ്ങനെയാണ് വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്കാർക്കും പറയാൻ പറ്റില്ല. അതങ്ങനെയാണ്. പിന്നെ RC എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ RC കിട്ടി കഴിഞ്ഞാൽ നല്ല റോഡാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് പോകും. അതായത് വണ്ടി ഓവർ റവ് ചെയ്ത് പോകുന്നല്ല, അത്യാവശ്യം സ്പീഡിൽ പോകും. അത് നമ്മൾ RC ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അതൊരു സ്പീഡാണെന്ന്. പക്ഷേ പുറത്തുനിന്നുള്ളവർക്ക് ആയിരിക്കും അത് മനസ്സിലാവാം. നമുക്കത് ഒരു കംഫർട്ടബിൾ ആയിരിക്കും. ഒരു എന്താ പറയുക, ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയായതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബൈ ചാൻസ് നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടോ ഇനി മറ്റാരുടെയെങ്കിലും ശ്രദ്ധക്കുറവുകൊണ്ടോ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നത് നമ്മൾ സഹിക്കേണ്ട വേണം. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ നല്ല ഇതുപോലുള്ള ഗിയേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾ ജാക്കറ്റോ വേറെ ഗ്ലൗ ഒന്നും ഇട്ടില്ലെങ്കിലും ഹെൽമെറ്റ് മസ്റ്റായിട്ട് ധരിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇതുവരെ RC ഓടിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഹെൽമെറ്റ് ഇടാറുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാണെങ്കിൽ തന്നെ RC ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹെൽമെറ്റ് ഇടും. അതിൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, ഈ എന്തിനാ ദേദിയിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഹെൽമെറ്റ് ഒക്കെ ഇടണം എന്തിനാ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും RC എന്ന് പറയുമ്പോൾ അതൊരു വേറെ ഫീലാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓടിക്കുമ്പോൾ ഞാൻ എന്തായാലും സ്പ്ലെൻഡർ പോകുന്ന പോലെ ഒരു 30-40 ഇങ്ങനെ പോകില്ല. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ കംഫർട്ട് എന്ന് പറയുമ്പോൾ ഒരു 60-70 പോകുമ്പോഴാണ് ആ ഒരു RCൻ്റെ ഒരു എഞ്ചിൻ്റെ കംഫർട്ട് ഉണ്ടാവുന്ന സ്പീഡ്. അപ്പോൾ ആ ഒരു നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങോട്ട് ആയിപ്പോവും, സ്പീഡ് കൂടിപ്പോവും. കൂടുകയെന്ന് പറയാനില്ല, എന്നാലും നമ്മളൊരു കംഫർട്ടായിട്ടുള്ള ഒരു സ്പീഡിൽ പോവും. അത് RC ഓടിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. അതുപോലെ ഡ്യൂക്കായാലും ഒരു സ്പീഡ് ബൈക്കൊക്കെ ഓടിക്കുന്നവർക്ക് ഞാൻ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അന്നേ ആഗ്രഹമുള്ള സംഭവമായിരുന്നു. പിന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ടായത് കൊണ്ടും ഫൈനാൻഷ്യലി ആ ഒരു സംഭവമൊക്കെ എനിക്കെന്ന് പറയുമ്പം വലിയ വരുമാനമുള്ള ഒരാളൊന്നല്ല. നിങ്ങൾ എന്താ പറയുക, ഈ ഒരു യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മളെ യൂട്യൂബൊന്നും വലിയ രീതിക്കൊന്നും മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല. അതായത് മോണിറ്റൈസ് ആയിട്ടുണ്ട്, പൈസ വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു സ്ഥിര വരുമാനം എന്നുള്ള രീതിക്കൊന്നും യൂട്യൂബായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ഫണ്ട് ഇട്ട് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വാങ്ങിക്കുന്നൊരു സംഭവമാണ്. കുറച്ച് വെയിറ്റ് ചെയ്ത് വാങ്ങിക്കുന്ന സംഭവമാണ്, പൈസ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെയാണ് നമ്മളെ പരിപാടി. അപ്പോൾ നമ്മളിന്ന് പോവാണ്. അപ്പോൾ ഞാൻ ജസീലിനെ വിളിച്ചിട്ടുണ്ട്. ഏകദേശം 4 മിനിറ്റ് ആയില്ല ഇപ്പം തന്നെ വീഡിയോ. അപ്പോൾ ഞാൻ ജസീലിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ജസീലിനെ കൂട്ടിയിട്ട് പോകണം. അപ്പോൾ RC കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് എടുക്കാൻ തന്നെ പോകുന്നത് വണ്ടി. അതായത് ചെറിയൊരു 1-2 ആഴ്ചത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് തന്നെ, 2 ആഴ്ചത്തെ ശേഷം. പക്ഷേ RC ഇങ്ങനെ ഞാൻ കുറേ നിർത്തിയിട്ടാറുണ്ട്. പക്ഷേ അത്രയ്ക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും വരാറില്ല. ഇനി ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയില്ല, ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പം ഇനി നേരെ നമുക്കൊരു മോട്ടോളോഗ് സെറ്റപ്പായിട്ട് നേരെ ജസീലിനെ കൂട്ടണം ആദ്യം പോയിട്ട്. എന്നിട്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് വൈലത്തൂരിലാട്ടോ പോകുന്നത്. വൈലത്തൂർ ഡ്രൈവ് ത്രൂ എന്ന് പറയുന്ന ഷോപ്പുണ്ട്. ഞാൻ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ മിനി ഫോഗൊക്കെ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. എൻ്റെ മിനി ഫോഗിൻ്റെ ക്യാപ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തും ഞാൻ മിനി ഫോഗിൻ്റെ ആ ഒരു ക്യാപ്പിന് വേണ്ടിയിട്ട് വേറൊരു മിനി ഫോഗ് വാങ്ങിച്ചു. ഞാൻ കുറേ പറഞ്ഞു, വാറണ്ടി 1 ഇയർ വാറണ്ടി ഉള്ളതാണല്ലോ. അപ്പോൾ അവരോട് കുറേ ചോദിച്ചു വാറണ്ടി ഒന്നുകൂടെ, കാരണം ക്യാപ്പ് മിസ്സായതല്ല, അങ്ങനെ ഊരി പോകാൻ പാടില്ലാത്ത സംഭവമാണല്ലോ. അതും വാങ്ങിയിട്ട് കുറേ ആയിട്ടില്ല, 4-5 മാസമായിട്ടുള്ളൂ.
ഞാൻ കണ്ടിട്ടില്ല, റണ്ണിങ്ങിൽ പോയതാണ്. അപ്പം അവർ പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഫിസിക്കൽ ഡാമേജിനൊന്നും വാറണ്ടി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ നല്ലൊരു ഓഫറിനാണ് എനിക്ക് രണ്ടാമത് ആ ഒരു പേര് അവർ മിനി ഫോഗ് തന്നെ. അപ്പോൾ ആ ഒരു ഷോപ്പിലോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് മോട്ടോവ്ലോഗർ സെറ്റപ്പായിട്ട് കാണാം കേട്ടോ. ഇതാണ് എൻ്റെ ഉമ്മച്ചി കാഴ്ച. എൻ്റെ മോഹൻ തരി ഏത് ഇന്നലെ പോയില്ലല്ലോ. എൻ്റെ ഫോണ് പോവാ പോരുണ്ടോ? അപ്പം ഇതേതാ ഫോണ്? ആ ചാവി എടുത്താണ്. ആ ചാവി എടുക്കും. എൻ്റെ വണ്ടി എടുത്ത് പോവാണ്. സ്പ്ലെൻഡറിനൊക്കെ കോലം നോക്കിയാണ്. വണ്ടി ലുക്കായാണ് ഫുൾ കഴുകാനായിട്ട്. RC തന്നെ കഴിച്ചില്ല. ചെറിയൊരു എന്താ പറയുക ലാഗ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടാവാൻ. ആ ഒരു ബാറ്ററി കുറേ ദിവസം നിർത്തിയിട്ടതിൻ്റെ ആ ഒരു സംഭവം കണ്ടിരുന്നു. സ്റ്റാർട്ടാക്കിയ സമയത്ത് RC എടുത്തിട്ട് കുറേ ആയിട്ടോ. മഴ പെയ്ത ശേഷം മഴത്ത് ഞാൻ എടുത്തിട്ടില്ല. മഴ ആയത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ ആയപ്പോൾ എനിക്ക് എടുക്കാൻ മടിയായതാണ് സംഭവം. ഒന്നാമത് ലൂബ് പോവും, അതുപോലെ എന്താ പറയുക വണ്ടി പെട്ടെന്ന് അയക്കാവും, പിന്നെ കഴുകാനാവും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എടുക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഞാൻ സ്പ്ലെൻഡർ മാത്രം എടുക്കും, സ്പ്ലെൻഡർ മാത്രം കഴുകും. ഇത് കഴുകാൻ ഭയങ്കര പാടാണ്. പാടെന്ന് വെച്ചാൽ ഭയങ്കര സമയം പിടിക്കും. മഴത്ത് കഴുകുമ്പോൾ വൃത്തിയാവണമെങ്കിൽ കുറച്ച് സമയം എടുത്ത് കഴുകണം. അപ്പോൾ അതുകൊണ്ട് ചളിയാക്കാണ്ട് കൊണ്ടെടുക്കുകയാണ്. ജെസ്സിയിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോവാണ്. ജെസ്സിയിൽ പോസ്റ്റാവും മിക്കവാറും. ഞാൻ വേറെ വഴിക്ക് പോയിക്കാണെങ്കിൽ സീനാവും, ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. ഫണ്ട് ഏകദേശം ഒരു 2 ഒരാഴ്ചയൊക്കെ മുന്നേ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ സാഹചര്യ സന്ദർഭങ്ങളൊന്നും ഒത്തു വന്നില്ല. ഇതൊക്കെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടാണ്. വെള്ളം നോക്കിക്കുക, മഴ പെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിട്ട് ചിലപ്പോൾ ആ ഒരു എൻഡ് പൊസിഷനിൽ നമ്മളെ റോട്ടിൽ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു നമ്മളിപ്പോൾ വന്നില്ല ഈ റോഡ്, ഈ റോഡിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ്. കണ്ടോ, ഇവിടെ ഇത്രയ്ക്ക് കയറിയില്ല. ഇവിടെ ആദ്യം കയറും വെള്ള റോട്ടിൽ. ഹലോ, ഞാൻ വന്നുകൊണ്ട് 90s അവിടെ എത്തി. സമയമില്ല, പക്ഷെ ഞാൻ എൻ്റെ ഫോണിൽ തീരെ ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ 3:45 കുത്തിയിട്ട് ഇറങ്ങിയതാ. അവിടെ മാറ്റിന്നോ. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ. ആൾക്ക് ഈറൊടിച്ചാണ് സംഭവം. എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് സമയം കുത്തിയിട്ട് ഇനി വീഡിയോ എടുക്കുമ്പോഴൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതായത് ഞാൻ എന്താ പറയുക ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് പറഞ്ഞാൽ അങ്ങനെ അറിയാത്തവരോടൊന്നും അങ്ങനെ പെട്ടെന്ന് സംസാരിക്കൊന്നുമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അന്ന് നമ്മൾ ചാളരിയിൽ എന്തോ ആവശ്യത്തിന് ഓയിൽ വാങ്ങിക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ വണ്ടിയിൽ. എന്തിനും എനിക്ക് ഓർമ്മയില്ല. നമ്മളെന്തിനോ പോയപ്പോൾ ആ ബോണസിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ അവൻ്റെ ഒന്നിൻ്റെ. അപ്പോൾ അതിന് പോയപ്പോൾ അവിടുന്ന് 2 പേര് വന്നാണ്ട് ചോദിച്ചു, സാബിത്തല്ലേ, സാബി വ്ളോഗ്സല്ലേ ഒക്കെ ചോദിച്ച് വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഞാനാകെ സ്റ്റക്കായി. എനിക്ക് എന്താ പറയേണ്ടി ഒരു കൊടുത്തില്ല. അങ്ങനെ വന്നപ്പം ബോണസാണ് ഹാൻഡിൽ ചെയ്ത്. ബോണസ് എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സംഭവം പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് വിചാരിക്കും അവർ ഇവർക്ക് വലിയ ജാടയാണ്, ഇപ്പം മുണ്ടൂല, ഇപ്പം നമ്മളോടൊന്നും മുണ്ടൂല, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാനുള്ള സാധ്യത ഉണ്ട് അവിടെ. പക്ഷേ നമ്മളെ റീസൺ അതൊന്നുമല്ല കേട്ടോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഫേസ് ചെയ്യാനുള്ളൊരു മടിയും അങ്ങനെ ഒരു ശീലമില്ലാത്ത സംഭവം ഒക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അതിലും വലിയൊരു ഇൻട്രോവേർട്ടാണ് നമ്മുടെ ജെസ്സിയിലും അത്യാവശ്യം എന്താ പറയുക അങ്ങനെ ഒരു മടിയുള്ള ടൈപ്പ് ആൾ തന്നെയാണ്. അപരിചിതർ, അതായത് പെട്ടെന്ന് പുതിയതായിട്ട് ഒരാൾ കാണുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പരിചയപ്പെടാനൊക്കെ പാടാണ്. പക്ഷേ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബോണ്ടായിരിക്കും. വാവ്, ഇതാണ് 90s. ഞാൻ അവനോട് ഇവിടെ എത്തിയെന്നാ പറഞ്ഞേ. വാവ്, ചെക്കൻ ദേ ഇവിടെ ഒരേ ഇരിപ്പ്, ഇന്നേം കാത്തിരിക്കാണ്. കമോണ്ടാ ജിബാ പോര്. കാട്ടിക്കൂട്ടുണ്ടോ? അന്ന് ഷോപ്പ് ഓപ്പൺ അല്ലേ? നമുക്ക് അങ്ങോട്ടുള്ള വഴി ഒന്ന് ജസ്റ്റ് നോക്കാം, ഏത് വഴിയാണെന്നുള്ള കാര്യം.
ഏതാ ഹെൽമെറ്റ്? അതിനുണ്ടാവും വണ്ടിന്റെ ബാക്കിലല്ലേ, അപ്പൊ എങ്ങനെ ചിണ്ടാവാ? അല്ല ഇത് ഇപ്പഴൊക്കെ റെക്കോർഡല്ലേ, അതന്നെ വണ്ടിന്റെ ബാക്കില് ഇതില് 2-4 മണിക്കൂറൊക്കെ സ്റ്റോർ ആവും. അപ്പൊ എത്ര GB? ഇതില് 128 GB മെമ്മറി കാർഡ് ഉണ്ട്. 4 മണിക്കൂർ 128 GB ആവുള്ളൂ. 4 മണിക്കൂർ 128 GB ആവുള്ളൂ. നമുക്ക് അതിലെ പോകണ്ടി കോയിച്ചന അതന്നെ ഇതില് കാണിക്കണേ. എഡ്രിക്കോഡ് കൂടെ കോയിച്ചന എഡ്രിക്കോഡ് അങ്ങനെയൊക്കെ ഇത് വഴി കാണിക്കണ്. പൂക്കിപ്പറമ്പോടെ വെന്നിയൂര് പൂക്കിപ്പറമ്പ് അതിലെ പോയിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ എഡ്രിക്കോഡ്, ആ ജംഗ്ഷന്ന് വലത്തോട്ട് അത് നേരെ പോയാൽ പൊന്മുണ്ടം വഴി എവിടെ എത്തും? കക്കാടുക്കുള്ള വഴി അറിയില്ല നമുക്ക്, ഉള്ളിൽ കൂടെ അങ്ങനെ അരിത്തോട് കക്കാട് അങ്ങനെ 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 എന്നാ കേറ്. എൻ്റെ ഏട്ടനുണ്ട് ഇവിടെ, എയിലേ പോണ് വലത്തോട്ട് എടുത്തോട്ടോ. ഷാബാസില്ലേ, ഷാബാസിൻ്റെ അടുത്ത് ഇതുമ്പോൾ പോകട്ടോ. എനിക്ക് എന്താ പറയുക, ചില ടൈം എടുക്കാൻ മൂടാവും. അപ്പൊ ഇതെടുത്ത് പോകുമ്പോ ഷാബാസ് അറിഞ്ഞ് മേലൽക്ക് വണ്ടി ആയിട്ട് വരരുത്, ഞാൻ കൊടുക്കില്ല ഈ വണ്ടിമേല്. അതങ്ങനെ ഒരു ടൈപ്പാ. എന്നോട് അറിയൂ ഈ ഹെൽമെറ്റ് ഇട്ട് മുന്നിരിക്കും, അന്നെ ആരും കാണൂല. ഞാന് കുതിരപ്പുറത്ത് കയറി വരും, ഇന്നെല്ലാരും കാണും, ഹെൽമെറ്റും ഇല്ല. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. എനിക്ക് ബാക്കിൽ സീനാ, ബാക്കിൽ കൂടുതൽ ടൈം ഇരുന്നാൽ വേനുണ്ടാവും. അത് ഇന്നത്തോടെ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ പോയി വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും. പെണ്ണുങ്ങളോ? ഇതുമേ പെണ്ണുങ്ങളൊന്നും കയറ്റൂല. അപ്പം ഇനി മഴയൊന്നും വരാതെ അവിടെ എത്തിയാൽ മതി. ഇനി അതാണ് അടുത്തത്. അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ നിർത്തണം, എന്താ പറയുക, ക്യാമറാസ് എല്ലാം റിമൂവ് ചെയ്യണം, ചൊറയാവും വീണ്ടും. അപ്പം എന്തായാലും നമുക്കിനി കുറച്ചും കൂടെ വലിയ റോഡ് മലക്ക് എത്തുമ്പോൾ കാണാട്ടോ ഗായ്സ്. അങ്ങനെ ദേ നമ്മൾ പോകുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ സ്പോട്ടിൽ എങ്ങനെ അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് മുമ്പ് എന്താ പറയുക റോഡ് പിളർന്നാണ്ട് റോഡ് എന്താ പറയുക കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എന്താ പറയുക, അത് കാരണമാണ് നമ്മൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ പോകുന്നുട്ടോ. ജസ്റ്റ് കുറച്ച് മുന്നോട്ട് പോന്നു. അപ്പോൾ ആ ഒരു സ്പോട്ട് കുറച്ച് ബാക്കിലുണ്ടായിരുന്നു. അതായത് ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ വീഡിയോ എടുത്തില്ല, കുളപ്പുറത്തുനിന്ന് നമുക്കൊരു ഡൈവേഷൻ കിട്ടി. എന്നിട്ട് കുറച്ച് ഇപ്പുറം വഴി ഇങ്ങനെയാണ് നമ്മൾ വന്നത്. നെക്സ്റ്റ് എന്താ പറയുക എക്സിറ്റ് അടിക്കണം, എന്നാലാണ് നമുക്ക് ആ ഒരു പൊസിഷനിലോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് നെക്സ്റ്റ് ലെഫ്റ്റ് എടുത്തിട്ട് എക്സിറ്റ് എടുത്തിട്ട് പിന്നെ റൈറ്റിലോട്ട് തിരിയാണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത എക്സിറ്റ് എടുക്കണം. അപ്പോൾ റോഡ് എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നമുക്കൊന്ന് ഫ്യൂവൽ അടിക്കണം കേട്ടോ. ഫ്യൂവൽ ലോ ആയിട്ടുണ്ട്. പെട്രോൾ പമ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു HP കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇന്ത്യൻ ഓയിൽ വേണമെന്നൊരു എന്താ പറയുക താല്പര്യം. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഓയിലിന് അടിക്കാം, അതാവുമ്പോൾ പോയിൻ്റ് ഇടാനും പറ്റും. ഞാൻ സ്ഥിരമായിട്ട് ഇന്ത്യൻ ഓയിലിൽ നിന്നാണ് വണ്ടിയിലോട്ട് അടിക്കാറുള്ളത്. പിന്നെ വല്ലപ്പോഴൊക്കെ കുടുങ്ങുമ്പോൾ നമ്മുടെ നയര ജേസാറ് അടുത്തുള്ള പമ്പ് അതാണ് നാട്ടിലത്തെ, അവിടെ നിന്നും അടിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് പോക്ക്. കൂടുതലും ഞാൻ ഇന്ത്യൻ ഓയിൽ തന്നെയാണ് ചൂസ് ചെയ്യാറ്, സെലക്ട് ചെയ്യാറ്. അങ്ങനെ നമ്മൾ 6 മണിയായില്ലേ, നമ്മൾ പെട്രോൾ അടിക്കാൻ വന്ന കേട്ടോ. ഇന്ത്യൻ ഓയിൽ നല്ലൊന്ന് കിട്ടി. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞേ. നമ്മളത് പക്ഷെ ഇവിടെയൊക്കെ ഒന്ന് പമ്പെന്നടാ, അവിടെ ഞാൻ കണ്ടില്ലല്ലോ പമ്പെന്ന്. പോയിന്റ് നമ്മൾ കുറേ ഞാൻ സ്ഥിരമായിട്ട് ഇതേമാതിരി നല്ല എമൗണ്ടിന് അടിക്കുമ്പോൾ എങ്ങനെ ഒരു തെരഞ്ഞു പിടിച്ച് പോയിന്റ് ഇടും. അങ്ങനെ കുറേ അടിച്ചുമ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം നമ്മളെപ്പോഴും പൈസ ഇല്ലാതൊക്കെ കൊടുങ്ങൂലേ, ആ ടൈമിൽ നമുക്കിത് ക്ലെയിം ചെയ്താൽ മതിടാ. ഞാൻ ഒരു പ്രാവശ്യം 100 രൂപേൻ്റെ ക്ലെയിം ചെയ്താണ്, ഒരു പ്രാവശ്യം 78 രൂപേൻ്റെ ക്ലെയിം ചെയ്താണ്, ഒരു പ്രാവശ്യം 48 രൂപേൻ്റെ ക്ലെയിം ചെയ്താണ്. നമ്മളിങ്ങനെ പെട്രോൾ അടിക്കാനനുസരിച്ച് ഇപ്പം ചിലപ്പോൾ 2 പോയിൻ്റൊക്കെ കയറി ഉണ്ടാവുള്ളൂ. അത് 30 പോയിൻ്റ് ആയാൽ 100 രൂപേൻ്റെ എണ്ണ അങ്ങനെ എന്തോ കിട്ടും. അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് അറിയില്ല. എന്തായാലും പെട്ടെന്നൊന്നും കിട്ടൂല, കുറച്ച് ടാസ്ക് പരിപാടിയാണ്. ഇത് ആർക്കറിയാം എളുപ്പം. നമ്മൾ ഈ ലോഡ് വണ്ടിയൊക്കെ ഉണ്ടാവൂലേ, ഓലൊക്കെ അറിയുമ്പോൾ 4000-5000 രൂപയൊക്കെ ഡെയിലി എണ്ണ അടിക്കൂലേ. ഓല് അങ്ങനെ നല്ല എത്താണ് എനിക്കൊരു ഇളക്കോ.
അങ്ങനെ നല്ല എണ്ണ അടിക്കണവർക്ക് ഇത് യൂസാ. റൂട്ട് തിരൂർ താമര പോണ റൂട്ട്. ഈ റൂട്ടിൽ കയറി കുറച്ച് കഴിഞ്ഞാൽ തന്നെ വലത്തെ സൈഡിലായിട്ട് ഷോപ്പ് ഉണ്ടാവും. ഡ്രൈവ് ത്രൂ എന്ന് പറഞ്ഞിട്ട് അതാണ് ഷോപ്പ്. ഫോൺ അടിച്ചിട്ടൊന്നും കാര്യമില്ല ഗൈസ്. ഓര് എടുക്കാൻ വിചാരിച്ച കൊടുത്തേക്ക് ഓര് എടുക്കും. ഇതാണ് സ്പോട്ട് ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും ഉള്ളിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ജി ഗസ് ചെയ്, ഞാൻ എടുക്കാൻ പോണ ഹെൽമെറ്റ് ഏതാണ്? ഞാൻ വിചാരിച്ച ഹെൽമെറ്റ് ഏതാണ്? ജസ്റ്റ് ഗസ് ചെയ്താണ്. ഇവിടെ ഉള്ള സാധനമാണ്. ഇവിടെ ഉള്ള സാധനം മോഡൽ ഗസ് ചെയ്താ. ജസ്റ്റ് അതിൽ ഒരു മോഡൽ ഗസ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോഡൽ ഇതാവും ജി പറയും. പറയോ അല്ലേ? ഇതിലുള്ളൊരു മോഡലാണ് ഇവിടെ. അപ്പോഴൊക്കെ മുന്നിൽ ഇതിലുള്ളൊരു മോഡലാണ്. അതിൽ ഏതാണ് സാധനം എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞാ പറയോ? ആ ഒരു സാധനമോ ഉറപ്പിച്ച്? ഇതാണ് മോനെ സാധനം. ഇതാണ് റേഡക്സ് ടൈറ്റാനിയം. അതൊക്കെ അത് സ്റ്റീൽ പേടാ. അത് എനിക്കിഷ്ടമില്ല. ഇത് കുറേ ആയിട്ട് നല്ല പൂരിച്ച സാധനം. ഇത് പ്രത്യേകത എന്തൊക്കെ? അത് സ്പോയിലറൊക്കെയാണ്. ഇതിൻ്റെ ഒരു വാറണ്ടി കട ഈ സാധനം സ്പോയിലർ. ഷേപ്പ് ഈ സാധനം ഇടാം ബാക്കത്തെ. ഇട്ട് നോക്കിയാ ചെയ്യും. അത് സെയിം സാധനമാണല്ലോ. ഇതും അത് ഒന്നാണ്, പക്ഷെ കളർ ചേഞ്ച് ആണ്. ഈ എനിക്ക് കളർ ഇഷ്ടമില്ല. അതും ഇത് ഒരേ സാധനമാണ്, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഡുവൽ വൈസറാണ്, ആൻറ്റി ഫോഗാണ്. 1400 സംതിങ് വെയിറ്റ് ഉണ്ടല്ലേ? എനിക്ക് ഇഷ്ടമില്ല, കളർ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ സ്റ്റെഡ്സിൻ്റെ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരു സാധനം. അപ്പോൾ ഇതാണ് ഷോപ്പ്. നമ്മൾ വാങ്ങിച്ച ഹെൽമെറ്റ് ഇത് ആ ഒരു സാധനമാണ്. നമ്മളെ പെട്ടി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസീലിൻ്റെ പഴയ റീലുകളും അതിലുള്ള നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കണ്ടെത്തറാണ്. എന്നിട്ട് ഇൻ്റെ എന്താ പറയുക, ഇൻ്റെ നെഗറ്റീവ് ആസ്വദിക്കുകയാണ് ഇവിടെ ഉത്തരതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഹെൽമെറ്റ്. ഈ സാധനമാണ് വാങ്ങിയത്. അങ്ങനെ ഇത് ഹെൽമെറ്റും കൊണ്ട് പോവാണ്. ഇതാണ് നമ്മളെ ജസീൽ കുട്ടാപ്പി. അപ്പോൾ ജസീലിനൊരു മൊട്ട പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോണേണ്. ഞാൻ റീലിനുള്ള കുറച്ച് ഷോട്ടൊക്കെ എടുക്കട്ടെ. പെണങ്ങല്ലോ ആവേ. ഗൈസ്, ദിസ് ഈസ് മൈ ഹെൽമെറ്റ്, ന്യൂ ഹെൽമെറ്റ് ഗൈസ്. കൂടി ഞാൻ വണ്ടി എടുക്കാം. നമുക്ക് ഇനി വന്ന വഴി പോകണോ അതോ വേറെ വഴി പോകണോ ഗൈസ്? അപ്പോൾ റോഡ് പണി ആയത് കാരണം അവിടെ ഭയങ്കര ബ്ലോക്കാണ്. കയറി നോക്കിയാ. അപ്പം ആ ബ്ലോക്ക് കട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ. അതായത് നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, പെട്രോൾ അടി കഴിഞ്ഞ്, ഹെൽമെറ്റ് വാങ്ങിക്കൽ കഴിഞ്ഞ്, അങ്ങനെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ്. ഇടുക്കായുണ്ടോ? ആ എത്തുക തന്നെ. ഹെൽമെറ്റ് മേലല്ലോ കൊട്ടണേ. ഹെൽമെറ്റ് മേ കൊട്ടി കാരണം മണ്ടമേ കൊട്ടും. അപ്പോൾ നമ്മളെന്തായാലും ഹെൽമെറ്റൊക്കെ എടുത്ത് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനി പരിപാടി എന്ന് പറയുമ്പോൾ ജസീലിന് ചായ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ നാട്ടിൽ പോകണം. അതാണ് ഇന്നത്തെ പരിപാടി. ജസീൽ ബാക്കിൽ നിന്ന് ചെണ്ടമുട്ട നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹെൽമെറ്റിൻ്റെ കാര്യങ്ങൾ വീട്ടിലെത്തിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൗണ്ട് റെക്കോർഡ് ആവുന്നുണ്ടോ എന്നറിയാം. ഞാൻ കക്കാടം പോയപ്പോൾ ഇതേമാതിരി വീഡിയോ ഒക്കെ എടുത്തിന്. ലാസ്റ്റ് നോക്കിയപ്പോൾ സൗണ്ട് റെക്കോർഡ് ആയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്ന്. അപ്പോൾ ഇനി നമുക്കുള്ള ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹെൽമെറ്റ് മൗണ്ട് ഫുള്ള് ആ ഒരു റൈഡെക്സിൻ്റെ ടൈറ്റാനിയത്തിലോട്ട് എന്താ പറയുക സെറ്റ് ചെയ്തെടുക്കാണ്ട് അതൊരു വലിയ ടാസ്ക് ആട്ടോ. അതിന് ചിലപ്പം കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഓൺലൈനിൽ നിന്നോ മറ്റെവിടുന്നേലൊക്കെ ആയിട്ട്. മൗണ്ട് ഞാൻ ഇവിടെ അന്വേഷിച്ചു. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്ട്രാപ്പ് മൗണ്ട് തന്നെയാണുള്ളത്. അതല്ലാത്ത ആ ഒരു എന്താ പറയുക ഗമ്മിടുന്ന, അതായത് ഡബിൾ ടാപ്പ് 3M ഡബിൾ ടാപ്പ് ഇടുന്ന ആ ഒരു സെറ്റപ്പുള്ള സാധനം ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി സേഫ് ആയിട്ടുള്ള ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹെൽമെറ്റ് എടുത്തത്. MRP 6200 ആണ് നമുക്ക് കിട്ടിയതെന്ന് പറയുമ്പം ചെറിയ രീതിക്കുള്ള ഓഫറൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് 5800 ഈ ഒരു ഹെൽമെറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഹെൽമെറ്റിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ പ്രൈസിങ്ങും അതാണ്. പിന്നെ 1 ഇയർ വാറണ്ടി ഉണ്ട്, പെയിൻറ്റിങ് വാറണ്ടി, ഷെൽ വാറണ്ടി ഒക്കെ ഉണ്ടാവും. 1 ഇയർ പെയിൻറ്റ് എന്തെങ്കിലും പ്രശ്നം വന്നാലൊക്കെ
വാറണ്ടി ഉണ്ടാവും. 1 year ആണ്. പിന്നെ റൈഡക്സ് പറയുമ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളെ ട്രോമിക്ക് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റാണ്. അപ്പോൾ അവന് ഈ കുറേ യൂസ് ചെയ്ത് ബ്ലാക്കിൽ നിന്ന് അവന് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു റൈഡക്സിൻ്റെ തന്നെ വൈറ്റും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു വൈറ്റ് പെട്ടെന്ന് സ്ക്രാച്ച് വീണാലൊക്കെ നല്ല രീതിക്ക് എടുത്ത് കാണിക്കും, ബ്ലാക്ക് തന്നെയാണ് ഒന്നും കൂടെ ബെറ്റർ എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഹെൽമെറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഹെൽമെറ്റിൻ്റെ പെട്ടിയെല്ലാം തുറന്ന് ഹെൽമെറ്റിൻ്റെ ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. ഞാൻ എക്സോറിൻ്റെ ഒരു ബാഗ് വാങ്ങിച്ചു കേട്ടോ ചോദിച്ച്. ഇതിൻ്റെ ബാഗ് എന്ന് പറയുമ്പം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ബാഗാണ്, ഒരു നാക്കില്ലാത്ത ബാഗാണ്. എക്സോറിൻ്റെ ബാഗ് എന്ന് പറയുമ്പം കുറച്ചും കൂടി നല്ല ബാഗാണ്. ഇതിൻ്റെ ബാഗ് നാക്കില്ലല്ലോ ചോദിച്ചു ഞാൻ. അപ്പോൾ അങ്ങേരെ ചോദിച്ചു അതും ആണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെടുക്കാൻ എക്സോറിൻ്റെ ഹെൽമെറ്റ് വാങ്ങിക്കേണ്ടി വരും ചോദിച്ചു. അപ്പം അങ്ങേര് അത് എടുത്ത് തന്നോട്ടോ നമുക്ക്. അതായത് ബാഗ് എനിക്ക് ഇഷ്ടമായി എക്സോറിൻ്റെ, പക്ഷേ ഇതിൻ്റെ ബാഗ് വലിയ നാക്കില്ല. പിന്നെ ബാഗിലല്ലല്ലോ കാര്യം, ഹെൽമെറ്റിലല്ലേ. പിന്നെ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ആ ഒരു വർക്ക് എടുക്കുന്ന സ്പോട്ടിലോട്ട് ഇങ്ങോട്ടോ ഈ വഴിയാണ് പോകുന്നത്. നോക്കിയേ ജസീലേ, ആ റോഡതാ ഗൈസ്. ഇതാണ് നമ്മളെ കുട്ടപ്പൻ. അപ്പോൾ കുട്ടപ്പനാണ് നമുക്ക് ഹെൽമെറ്റ് അൺബോക്സിൻ്റെ പഴയ ഹെൽമെറ്റ് ഇതാട്ടോ. അപ്പോൾ ഇത് ഞാൻ അകത്തോട്ട് വെക്കുകയാണ് നമ്മളെ പുതിയ ഹെൽമെറ്റ്. ഇതേ കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അഞ്ചനെ ഞാൻ പൊട്ടിച്ചേരാം. അവിടേക്ക് അത് തള്ളിയിടല്ലേ. ഇതാണ് ഗൈസ് ബില്ല് സംഭവമുണ്ട്. അപ്പോൾ ബില്ല് എടുത്തേക്കാം. ഇനി അഥവാ എന്തെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടതൊക്കെ വന്നാൽ ബില്ല് മസ്റ്റ് ആയിരിക്കും. 5800 ഈ ബില്ല് ഗൈസ്. അങ്ങനെ കുട്ടപ്പൻ നമുക്ക് ഹെൽമെറ്റ് അൺബോക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ ഹെൽമെറ്റ്. അതായത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഹെൽമെറ്റ്. ബാക്ക് ബോൾട്ട് ഏകദേശം ഞാൻ എൻ്റെ ആദ്യത്തെ സ്പ്ലെൻഡർ എടുത്ത സമയത്ത് വാങ്ങിച്ചൊരു ഹെൽമെറ്റ് ആയിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ പെയിൻറ്റിൻ്റെ ഒരവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തരാം. പെയിൻറ്റിങ്ങൊക്കെ ഇവിടെ പൊളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ നല്ല വെയിൽ കൊണ്ടിട്ട് ആവണ സംഭവം കേട്ടോ, അല്ലാതെ ഹെൽമെറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നുമല്ല. പെയിൻ ക്വാളിറ്റി ഏകദേശം 2 വർഷമൊക്കെ ആയിട്ട് കാണും, അതിൻ്റെ മുകളിലായി കാണും ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട്. ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ ചെയ്ത് എജീവ് ചെയ്താണ്. അപ്പോൾ ഇപ്പോൾ നേരെ അപ്ഗ്രേഡ് ചെയ്ത് ഈ ഒരു ഹെൽമെറ്റിലോട്ടാണ്. റൈഡക്സിൻ്റെ ടൈറ്റാനിയം എന്ന് പറയുന്ന ഈ ഒരു മോഡൽ സീനാണ് കേട്ടോ സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു മോഡലാണ്. ഇതേ കുട്ടപ്പൻ അവിടെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട് കുട്ടപ്പ ഹെൽമെറ്റ്? പറയ് സെറ്റ്. ചുമരുമ വിട്ടരുത് കേട്ടോ. അപ്പോൾ റൂം ഞാൻ ഇപ്പം ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തതാണ്. ഇപ്പം അടുത്ത് പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ. അത് ഞാൻ ചുമരുമ വിട്ടരുതാണ്. അപ്പോൾ എനിക്ക് കയറി കഴിഞ്ഞാൽ ലെവലില്ലാതെ ചവിട്ടില്ല കൊടുത്തു. ഇതാണ് എൻ്റെ റൂം ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ റൂം പറയുമ്പോൾ എനിക്കിങ്ങനെ ആദ്യം ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു മൈൻഡ്. അതായത് എനിക്ക് റൂം എന്ന് പറയുമ്പോൾ ഒരു ബെഡ്റൂം സെറ്റപ്പ് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സ്റ്റുഡിയോ സെറ്റപ്പ് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ മാറ്റിയെടുത്തിട്ടുള്ളത്. കിടക്കണമെങ്കിൽ ഇവിടെ കിടക്കാമെന്നുള്ള പോലത്തിൽ ആ ഒരു സെറ്റപ്പിലാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ചെറിയ റൂമാണ്. അപ്പോൾ ഇവിടെ ഇനി ബെഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ, അതായത് കട്ടിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും സ്ഥലം ഉണ്ടാവില്ല, സ്പേസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഹെൽമെറ്റ് എന്തായാലും ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ക്യാമറ ഓടിയിലൊക്കെ മൗണ്ട് ചെയ്തിട്ട് അൺബോക്സിങ് ഇവിടെ നമ്മുടെ കുട്ടപ്പൻ ചെയ്തിരിക്കുന്നു. കേട്ടോവാ കേട്ടോ, അടുത്തേക്ക് വാ, പുറത്തേക്ക് വാ. അത് നമ്മളെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ജസ്റ്റ് ഹെൽമെറ്റ് ഇട്ട് കാണിക്കാന്ന് കരുതിയിട്ട് ഇതാണ് ഞാൻ അവനോട് ചോദിച്ചു വാങ്ങിയിട്ട് എക്സോറിൻ്റെ ആ ഒരു ബാഗ് ജസ്റ്റ് ചോദിച്ചാണ്. അപ്പോൾ അവന് എടുത്തു തന്ന് കുഴപ്പമില്ല അത് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ആരെയും പിക്ക് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചോ. അതായത് ഞാനിപ്പോൾ ഇവനെ അല്ലെങ്കിൽ പെങ്ങളെ അല്ലെങ്കിൽ അന്യന്മാരാരെങ്കിലും ഒരിക്കലും പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓരോരുത്തർ ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ബാഗ് ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഹെൽമെറ്റ് ഞാൻ ഇട്ടിട്ട് ഒരു ഹെൽമെറ്റ് ഈ ബാഗിൽ ഇട്ടിട്ട് എനിക്ക് തോളിലിട്ട് സിമ്പിളായിട്ട് ഹെൽമെറ്റ് കൊണ്ടു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കളക്ട് ചെയ്തത്. പിടിക്കിട്ടോ. അപ്പം ഇനി ഈ ഒരു ഹെൽമെറ്റിൻ്റെ വാറണ്ടി കാർഡായിരിക്കും ഇത് എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും നമ്മൾ എടുത്ത് വെക്കാം. ജസ്റ്റ് ടാഗ് അയക്കട്ടെ. അപ്പോൾ ഭയങ്കര ടൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റ്. പിന്നെ ഇത് ഡബിൾ ഡി റിംഗ് ആണ് വരുന്നത്. ഇത് കണ്ടോ ഡബിൾ ഡി റിംഗ്. ഇത് ഇടുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. അയക്കിട്ടിട്ട് നേരെ ഒന്ന് ഇതിലൂടെ എടുത്തിട്ട് അങ്ങനെ ഇടാം. ടൈറ്റാക്കി അങ്ങോട്ട് നേരെ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഡബിൾ ഡി റിംഗ് ഒരിക്കലും എന്താ പറയുക ഒരിക്കലും ഇങ്ങോട്ട് ലൂസ് ആവില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഈ ഒരു മെക്കാനിസം ഡബിൾ ഡി റിങ്ങിൻ്റെ. അത്രയ്ക്ക് സേഫ്റ്റിയാണ്, ഭയങ്കര സേഫ്റ്റിയാണ്. മെയിൻലി സേഫ്റ്റിയാണ് മെയിനായിട്ട് മുൻനിർത്തി. സേഫ്റ്റിയുടെ കാര്യത്തിൽ മാത്രം കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ഈ ഒരു മോഡൽ ഞാൻ തിരഞ്ഞെടുത്തത്. സേഫ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക പ്രയോറിറ്റിയാണ് ഈ ഒരു ഹെൽമെറ്റ് തരുന്നത്. അതായത് കുറച്ച് വമ്പ സേഫ്റ്റി ഏജീവിനെക്കാട്ടിലും പൊളിയൊന്നും പറയില്ല. എന്നാലും നമ്മൾ കൊടുക്കുന്ന വെറൈറ്റീസുള്ള ഈ ഒരു റേഞ്ചിലുള്ള ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ഹെൽമെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത്. 2 കൊല്ലം വാറണ്ടി ഉണ്ട് കേട്ടോ. ഗൈസ് ഭയങ്കര ടൈറ്റ് ആട്ടോ. ഇതാണ് കറക്റ്റിൻ്റെ ഒരു ഫിറ്റ്. ഇതെന്ന് പറയുമ്പോൾ സ്മോളാണ് സൈസ്. കറക്റ്റ് ഫിറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റ്. അപ്പോൾ അതൊന്ന് ലൂസാവുണ്ടാവും. പിന്നെ അത് ഡബിൾ ഡിയറിംഗ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ്റ്റിയാണ്. അതായത് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു ലോക്ക് ഡബിൾ ഡിയറിംഗ് ആണ്. ഡബിൾ ഡിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അടിയിച്ച് ഇട്ടുകൊണ്ട് വലിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവിടെ ടൈറ്റായി നിൽക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയാം. അപ്പോൾ ഫാനൊക്കെ ഓഫ് ആക്കിയിട്ടെന്ന് പറയുന്നത് അങ്ങനെ ടൈറ്റ് ആക്കുക. സാധനം ടൈറ്റായി. എന്നിട്ട് ഈ ഒരു തുണിക്കുള്ള സാധനം ഇവിടെ ഒരു സംഭവമുണ്ട്. അതിലോട്ട് എന്താ പറയുക ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഡുവൽ വൈസറാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെയാണ് അതിൻ്റെ ബട്ടൺ. ഇതേ കണ്ടോ. നമുക്ക് മഴയത്തൊക്കെ അല്ല വെയിലത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു വൈസർ മാത്രം ഇട്ടിട്ട് പോകാം. അതായത് 2 വൈസർ ഇടാം. രാത്രിയാണെങ്കിൽ ഉള്ളിലത്തെ വൈസർ പൊക്കി വെക്കാം. അങ്ങനെയുള്ള ബെനിഫിറ്റ്സൊക്കെ ഈ ഒരു ഹെൽമെറ്റിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ലുക്ക് എങ്ങനെയുണ്ട്? ആ ഒരു ഷാർപ്പ് ലുക്ക് നൈസല്ലേ? എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ഹെൽമെറ്റ്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിനെക്കാട്ടിലും സ്വല്പം വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. ഇത് ഏകദേശം 1200 ഗ്രാം, ഇത് 1400 ഗ്രാം. അങ്ങനെയാണെന്നുള്ള ചെറിയ രീതിക്കുള്ളൊരു വെയിറ്റ് കൂടുതൽ.